നിങ്ങൾ ഒരു അഡ്വക്കേറ്റിന്റെ വീട്ടിൽ കയറിയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അയ്യോ ആണോ? ഞാനങ്ങ് പേടിച്ചു പോയല്ലോ. അഡ്വക്കേറ്റ് അല്ല, അഡ്വക്കേറ്റ് ജനറലിന്റെ വീടായാലും പരാതി ലഭിച്ചാൽ പോലീസിന് പരിശോധിക്കണം. പരിശോധിച്ചേ പറ്റൂ. എന്താ പരാതി? അല്ല, ആരായി പരാതിക്കാരൻ? ഇതിനു മുമ്പും നിങ്ങൾ ഇതുപോലെ പല പരാതികളുടെ പേരിലും ഇവിടെ കയറി ഇറങ്ങി അതിക്രമം കാണിച്ചിട്ടുള്ളതല്ലേ? അന്നൊക്കെ നിങ്ങൾ വന്ന പോലെ നാണം കെട്ട് മടങ്ങിയത് മറന്നിട്ടാണോ ഇന്നിവിടെ വീണ്ടും ഈ പ്രഹസനം നടത്തുന്നത്? പ്രഹസനോ? അതെ, നിങ്ങൾ പണ്ട് കുറെ നാള് വക്കീലാണെന്ന് പറഞ്ഞ് നടന്നതല്ലേ? അപ്പോ പിന്നെ നിങ്ങൾക്ക് അറിയാതിരിക്കില്ലല്ലോ. BNS സെക്ഷൻ 132. പഴയ IPC 353 കേരള പോലീസ് ആക്ട് 117E ഓഫൻസ് പഴയത് തന്നെ. പോലീസ് ഉദ്യോഗസ്ഥനെ ഡ്യൂട്ടി ചെയ്യാൻ അനുവദിക്കാതിരിക്കുക ജാമ്യമില്ലാത്ത വകുപ്പാ. എന്താ പൊക്കിയെടുത്ത് കൊണ്ടുപോട്ടെ നിങ്ങളെ? അത്രയ്ക്കങ്ങ് കടുപ്പിക്കണോ തരകൻ സാറേ? അല്ല, സാറ് BNSലെ എല്ലാ വകുപ്പുകളും കൂടെ ചേർത്തെഴുതി ചാർജ് ചെയ്തിട്ടേ ഇവിടുന്ന് പോത്തുള്ളൂ എങ്കില് എനിക്കും കമ്മീഷണർ ഓഫീസിൽ ഒരു ഇൻഡാസ് കൊടുക്കാനുണ്ടായിരുന്നു. BNS സെക്ഷൻ 351 പ്രകാരം ഞാനൊരു പരാതി എഴുതി കമ്മീഷണർക്ക് നൽകിയ ഇതേ പോലീസ് ഏമാന്റെ ക്രിമിനൽ ട്രസ്പാസും ക്രിമിനൽ ഇന്റിമിഡേഷനും ഒക്കെ നിലനിൽക്കും. എന്താ തരകൻ സാറിന്റെ അഭിപ്രായം? എന്റെ പരാതി എന്ന് പറയുന്നതേ സാർ ഈ പറയുന്നത് പോലെ ഉണ്ടയില്ല വെടി ആയിരിക്കില്ല. വിത്ത് ഡിജിറ്റൽ എവിഡൻസ്. എന്താ സംശയം ഉണ്ടെങ്കിലേ ദേ അങ്ങോട്ട് നോക്ക്. അകത്ത് വേറെയും വച്ചിട്ടുണ്ട്. ഒന്ന് പറഞ്ഞ് രണ്ടാമത് പത്മയെ തപ്പിയുള്ള സാറിന്റെ വരവ് പതിവായ സാഹചര്യത്തില് എല്ലാം ഒന്ന് റെക്കോർഡിക്കലാക്കാമെന്ന് ഞാനും കരുതിയതാ. എന്തോറ്റി സാർ, കൂടുതൽ നന്നായി പോയൊന്നുമില്ലല്ലോ? അതെ, നീ കൂടുതൽ ഡയലോഗൊന്നും അടിക്കണ്ട. പരാതി നൽകിയതേ ഒരു സ്ത്രീയാ.